ഇവിടെ ഒരു കൊച്ചിന് ചത്തുപോയൊരു പക്ഷിയെ കിട്ടുന്നു. അവൾ അതിനെ കയ്യിലെടുത്ത് അതിന് ജീവൻ നൽകണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത നിമിഷം ആ പക്ഷിക്ക് ജീവൻ വെച്ച് അത് ദൂരേക്ക് പറന്നു പോകുന്നു. അന്ന് രാത്രി ഈ കൊച്ചിതിനെ പറ്റി അവളുടെ അമ്മയോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട അമ്മ ഇതൊക്കെ നിന്റെ തോന്നലാണെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നു. പിറ്റേ ദിവസം ഈ കൊച്ച് ക്ലാസ്സിലേക്ക് പോകുമ്പോഴേ അവളുടെ ഫ്രണ്ടിന് ഒരു പെയിന്റിംഗ് നൽകുന്നു. എന്നാൽ ഇത് കണ്ട ഫ്രണ്ട് ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് അവളോട് പറയുന്നു. ഈ സമയം അവിടെ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി ഒരു പട്ടി ചത്തുപോകുന്നു. ഉടനെ തന്നെ ഈ കൊച്ച് അതിനെ തൊട്ട് പ്രാർത്ഥിക്കുന്നതും പട്ടിക്ക് ജീവൻ വെക്കുന്നു. ഇത് കാണുന്ന ഇവളുടെ ഫ്രണ്ട് ആകെ ഷോക്കാകുവാണ്. എന്നിട്ട് ഈ കൊച്ച് അവളുടെ ഫ്രണ്ടിന്റെ കൈ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം ഈ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരിക്കലും ചലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവന്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങി. അവൻ നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ കൊച്ചിനെ പറ്റി അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരാൻ തുടങ്ങി. ഇതറിഞ്ഞ് അവിടേക്ക് ഒരുപാട് രോഗികൾ എത്താൻ തുടങ്ങി. കണ്ണു കാണാത്ത ഒരു കുട്ടിയെ തൊട്ടതും അവൾക്ക് കാഴ്ചശക്തി തിരികെ കിട്ടുന്നു. പാരലൈസ്ഡ് ആയ ഒരു ചെക്കനെ തൊടുന്നതും അവൻ എണീക്കാൻ തുടങ്ങുന്നു. എന്നാൽ പതിയെ പതിയെ ഈ കൊച്ചിന്റെ ആരോഗ്യസ്ഥിതി മോശമായി അവൾ കിടപ്പിലാകുവാണ്.